ഞാൻ എല്ലാവരുടെ അടുത്തും പറയും നിങ്ങളൊരു കാലപ്പാടി മാവ് വെക്കണമെന്ന്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ 33 മാവിനങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഒരു മാവാണ് കല്ലുകെട്ടി. കൊല്ലം ജില്ലയിലെ വളരെ വിശിഷ്ടമായ ഒരു മാവാണ് കർപ്പൂരമാവ്. അപ്പോൾ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് വീട്ടിൽ മാങ്ങയുണ്ടാവും. ഈ കോട്ടപ്പറമ്പിനൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് കൂടുതൽ നല്ല മാങ്ങകൾ പുഴുക്കേടില്ലാത്തതാണ്. ഒട്ടനവധി നല്ല മാവുകളും മാങ്ങകളൊക്കെ നമുക്കുണ്ടെങ്കിലും മിക്കതിലും പുഴുശല്യം കൂടുതലാണ്. അപ്പോൾ താരതമ്യേന പുഴുശല്യം ഇല്ലാത്ത മാവുകളെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ മാങ്ങകൾ ഉണ്ടായിട്ട് അത് പുഴുക്കേടായാൽ പിന്നെ മാങ്ങ കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു ഗുണമില്ലല്ലോ. അപ്പോൾ 1-2 മാവുകൾ വെക്കുന്നവർക്ക് സെലക്ട് ചെയ്യാവുന്ന മാങ്ങകളാണ് ഇതൊക്കെ. താളം തെറ്റി വരുന്ന കാലാവസ്ഥ, മഴ ഒക്കെ നമ്മുടെ ഇത്തരം മാങ്ങകൾക്ക് ബാധിക്കുന്നുണ്ട്. എല്ലാത്ത രീതിയിൽ നമുക്ക് കാലാവസ്ഥ അനുയോജ്യമായി വന്നു കഴിഞ്ഞാൽ പുഴുശല്യം വളരെ കുറവായിരിക്കും. ഗ്രോ ബാഗിൽ കായ്ച്ച് നിൽക്കുന്ന മാങ്ങയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫ്ലവർ ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള നമുക്ക് വെക്കാൻ പറ്റിയ വലിയ പുഴുക്കേടൊന്നുമില്ലാതെ നല്ല രീതിയിൽ കായ പിടിക്കുന്ന കുറച്ച് വെറൈറ്റി മാമ്പഴങ്ങൾ, അതിൻ്റെ മാവുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒട്ടനവധി മാവുകളുണ്ട്. ഇപ്പോൾ ഇതിൽ നന്നായിട്ട് കായ്ക്കുന്നതാണ്. പക്ഷേ നമ്മുടെ കാലാവസ്ഥ ഈ പുഴുവിന് അനുയോജ്യമായ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് താരതമ്യേന പുഴുക്കേടില്ലാത്ത കുറച്ചിനം മാവുകളെ നമുക്ക് സെലക്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു മാവാണ് കാലപ്പാടി. കാലപ്പാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് നന്നായിട്ട് കായ്ക്കുന്നതും മാത്രമല്ല പുഴുശല്യം ഇല്ല എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാവുന്ന ഒരു മാങ്ങയാണ് കാലപ്പാടി. അത് നമുക്ക് ആദ്യമായിട്ടൊരു മാവ് വെക്കുന്ന ആൾക്ക് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഒരു മാവാണ് ഈ കാലപ്പാടി. ഞാൻ എല്ലാവരുടെ അടുത്തും പറയും നിങ്ങളൊരു കാലപ്പാടി മാവ് വെക്കണമെന്ന്. രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുളമ്പ് മാവാണ്. കുളമ്പ് യഥാർത്ഥത്തിൽ നമ്മുടെ മാവ് അല്ലെങ്കിലും ശ്രീലങ്കയിൽ നിന്ന് വന്ന ഒരു മാവാണെങ്കിലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് നന്നായി കായ്ക്കുന്ന ഒരു ഇനമാണ്. മാത്രമല്ല രോഗപ്രതിരോധ ശേഷിയുള്ളതും പുഴുശല്യം താരതമ്യേന കുറവുള്ളതുമായിട്ടുള്ള ഒരു മാങ്ങയാണ് കുളമ്പ്. തിന്നാൻ അത്യാവശ്യം ടേസ്റ്റുള്ള മാങ്ങയാണ് കുളമ്പ്. അപ്പോൾ രണ്ടാമതൊരു ആൾക്ക് ആ മാവും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കഴിയും. നല്ല മാങ്ങ, നല്ല രീതിയിൽ ഫ്ലവറിങ്, നല്ല രീതിയിൽ കൊലയിൽ നന്നായിട്ട് പിടിക്കുന്ന മാങ്ങയാണ്. ഒരു മാവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ അടുത്ത അയൽവാസികൾക്കൊക്കെ കൊടുക്കാനും ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ മാങ്ങ ആയിരിക്കും കുളമ്പ്. അതൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്തിട്ട് ഒതുക്കി നിർത്താൻ പറ്റുമോ? ടെറസിലൊക്കെ കൂടുതൽ ഞാൻ പറഞ്ഞ കാലപ്പാടിയും കുളമ്പും ഒക്കെ വലിയ മരമാകുന്നതിന് നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റിയ ഇനങ്ങൾ തന്നെയാണ്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള മാവ് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ 33 മാവിനങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഒരു മാവാണ് കല്ലുകെട്ടി. ഏറ്റവും നല്ലൊരു ഇനമാണ്, നല്ല ടേസ്റ്റാണ്, നല്ല നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതാണ്, നന്നായി കാ പിടിക്കുന്ന ഒരു ഇനവുമാണ്. ഈ മാവ് വളരെ ഒതുങ്ങി നിൽക്കുന്നതും നല്ല ഭംഗിയോടുള്ളൊരു മാവുമാണ്. പുഴുശല്യം താരതമ്യേന കുറവുള്ള ഇനത്തിൽപ്പെട്ടതാണ് ഈ കല്ലുകെട്ടി. അടുത്തതായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി കായ്ക്കുന്നതും നല്ല ഒരു ഇനവുമായ മാവാണ് നമ്മളെ കോട്ടൂർ കോണം. ഇത് തിരുവനന്തപുരം ഭാഗത്തൊക്കെ നന്നായിട്ട് കായ്ക്കുന്നതും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയ മാങ്ങയാണ് കോട്ടൂർ കോണം. അത് നമുക്ക് ഇതുപോലെ തന്നെ വളരെ നേരത്തെ കായ്ക്കുന്നതും തൊലി നല്ല കട്ടിയായതുകൊണ്ട് പുഴുക്കേടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞു വരുന്നത് കൂടുതൽ നല്ല മാങ്ങകൾ പുഴുക്കേടില്ലാത്തതാണ്. ഒട്ടനവധി നല്ല മാവുകളും മാങ്ങകളൊക്കെ നമുക്കുണ്ടെങ്കിലും മിക്കതിലും പുഴുശല്യം കൂടുതലാണ്. അപ്പോൾ താരതമ്യേന പുഴുശല്യം ഇല്ലാത്ത മാവുകളെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ മാങ്ങകൾ ഉണ്ടായിട്ട് അത് പുഴുക്കേടായാൽ പിന്നെ മാങ്ങ കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു ഗുണമില്ലല്ലോ. അപ്പോൾ 1-2 മാവുകൾ വെക്കുന്നവർക്ക് സെലക്ട് ചെയ്യാവുന്ന മാങ്ങകളാണ് ഇതൊക്കെ. അപ്പോൾ കോട്ടൂർ കോണം എന്ന് പറയുന്നത് നമുക്ക് 4ാമതായിട്ട് സെലക്ട് ചെയ്യാവുന്ന നല്ലൊരു മാങ്ങയാണ്. നമ്മുടെ കാലാവസ്ഥയിൽ നമുക്കറിയാം ഇടയ്ക്ക് മഴ പെയ്യുന്നൊരു സ്വഭാവമുണ്ട് ചില സമയത്ത്. അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക പഴവർഗ്ഗങ്ങളിലൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിൽ പുഴുക്കേട് കണ്ടു തുടങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ വെറൈറ്റികളിലൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിൽ പുഴുക്കേട് വരാനുള്ള സാധ്യത അതെങ്ങനെയാണ്? താളം തെറ്റി വരുന്ന കാലാവസ്ഥ, മഴ ഒക്കെ നമ്മുടെ ഇത്തരം മാങ്ങകൾക്ക് ബാധിക്കുന്നുണ്ട്. എല്ലാത്ത രീതിയിൽ നമുക്ക് കാലാവസ്ഥ അനുയോജ്യമായി വന്നു കഴിഞ്ഞാൽ പുഴുശല്യം വളരെ കുറവായിരിക്കും. 5ാമതായിട്ട് നമുക്ക് പറയാനുള്ള മാവ് കുറ്റ്യാട്ടൂർ മാങ്ങയാണ്. നമുക്കറിയാം കുറ്റ്യാട്ടൂർ മാങ്ങ ഒട്ടനവധി പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അത് നമ്പ്യാർ മാങ്ങ, കുഞ്ഞിമംഗലം മാവ്, കണ്ണാപുരം മാവ് എന്നൊക്കെ പറയപ്പെടുന്ന ഈ മാങ്ങയാണ് കുറ്റ്യാട്ടൂർ മാങ്ങ. നമുക്കറിയാം ഈ അടുത്തയിടെ ഭൗമസൂചിക പദവി ലഭിച്ച നല്ലൊരു ഇനം മാങ്ങയാണ്. കുറ്റ്യാട്ടൂർ ഭാഗത്തൊക്കെ കണ്ണൂരിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് കായ്ക്കുന്നതും നല്ല റിസൾട്ട് ഉണ്ടാക്കിയതുമായ ഒരു മാങ്ങയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മാങ്ങ നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം. 6ാമതായിട്ട് നമുക്ക് പറയാനുള്ളത് കൊല്ലം ജില്ലയിലെ വളരെ വിശിഷ്ടമായ ഒരു മാങ്ങയാണ് കർപ്പൂരമാവ്. ആ മാങ്ങയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് പോളച്ചിറ ഭാഗത്തും അതുപോലെ തന്നെ നെടുങ്കോലം ഭാഗത്തും
ഒക്കെ ഇതിനുള്ള നെടുങ്കോലം മാങ്ങ, പൊളച്ചിറ മാങ്ങ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ആ ഭാഗത്തുള്ള ഈ മാങ്ങയ്ക്കും മാവിനുമാണ് വളരെ പ്രത്യേകതയുള്ളത്. ഇത് പാണ്ടി ഭാഗത്തു നിന്ന് വന്നതുകൊണ്ട് പഴമക്കാർ ഇതിനെ പാണ്ടി മാങ്ങ എന്നും പറയും. അപ്പോൾ നമുക്ക് കർപ്പൂര മാവിനെ നമ്മൾ 6ാം സ്ഥാനത്തേക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു മാങ്ങയാണ്. 7ാമതായിട്ട് എനിക്ക് പറയാനുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു മാവാണ്. നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സംരക്ഷിച്ചു പോരുന്ന 33 മാങ്ങകളിൽ എടുത്തു പറയുന്ന ഒരു മാവാണ് കോട്ടപ്പറമ്പൻ. ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അത് വർഷത്തിലും 3 പ്രാവശ്യം കായ്ക്കുക എന്നുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്കൊരു കേരളത്തിൻ്റെ ഒരു ആൾ സീസൺ മാങ്ങ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് വീട്ടിൽ മാങ്ങയുണ്ടാവും. ഈ കോട്ടപ്പറമ്പൻ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ കണ്ണിമാങ്ങയ്ക്കും അതുപോലെ മാങ്ങ പുളിശ്ശേരിക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല ഒരു മാങ്ങയാണ്. പച്ചയിൽ നല്ല പുളിയും പഴുത്തു കഴിഞ്ഞാൽ ആരോടുകൂടി നല്ല മധുരവും ഉള്ള ഒരു മാങ്ങയാണ് ഈ കോട്ടപ്പറമ്പൻ. 3ാം ആണ്ടിൽ കായ്ക്കും എന്നുള്ളതാണ് മൂവാണ്ടൻ്റെ പ്രത്യേകത. മാത്രമല്ല മൂവാണ്ടനിലെ 3-4 ഇനങ്ങൾ വെറൈറ്റികൾ ഉണ്ടെങ്കിലും ഏറ്റവും നല്ലത് വെള്ള മൂവാണ്ടനാണ് നന്നായിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്ന കായ്ക്കുന്ന ഇനം. അതുകൊണ്ട് വെള്ള മൂവാണ്ടൻ വെക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മൂവാണ്ടൻ കുറേ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഈ എങ്ങനെയാണ് നമ്മൾ ഇത് തിരിച്ചറിയുക? വെള്ള മൂവാണ്ടന് എങ്ങനെ? അത് മാവിൻ്റെ ഇനങ്ങൾ നോക്കി പറയാൻ അറിയുന്ന ആളുകൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ഏതായാലും നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലായിട്ട് കാഴ്ച വരുന്നത് കണ്ടുവരുന്നത് വെള്ള മൂവാണ്ടനാണ്. നമ്മൾ മലപ്പുറം ഏരിയയിലൊക്കെ കൂടുതലായി കാഴ്ച വരുന്നത് വെള്ള മൂവാണ്ടൻ. നമ്മുടെ നാട്ടിലുള്ള നാടൻ മാവുകളിൽ അധികം ചിലതൊക്കെ മൂവാണ്ടൻ തന്നെയാണ് അല്ലേ? അധികം മൂവാണ്ടനാണ്. ഇതിന്റെ ജന്മദേശം ഇപ്പൊ നമ്മുടെ നാട് തന്നെയാണ്. അങ്ങനെയാണ്. ഇത് നമ്മുടെ കേരളത്തിലാണ്. ഇപ്പൊ നമ്മളെ നോക്കിയാണ് ഇത് നോക്കുമ്പോൾ ഇത് കേരളത്തിലെ മാങ്ങ എന്നാണ് അറിയപ്പെടുന്നത് മൂവാണ്ടൻ. അതുപോലെ ഒളോർ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഒളോറാണ്. നമുക്ക് 10ാമതായിട്ട് ലാസ്റ്റായിട്ട് പറയാനുള്ളതാണ് നമ്മുടെ സ്വന്തം മലബാറിൻ്റെ ഒളോർ മാങ്ങ. അത് വളരെ വിശിഷ്ടമാണ്. അതിൻ്റെ ആ മാങ്ങ കഴിച്ചാൽ അത് എപ്പോഴും നമ്മുടെ നാവിൽ അതിൻ്റെ ആ പിന്നെ രുചിയും മണവും ആ ഫ്ലേവറൊക്കെ നിലനിൽക്കും എന്നുള്ളതാണ് ഒളോർ മാങ്ങയുടെ പ്രത്യേകത. ഒളോർ മാങ്ങ കഴിക്കാത്തവരല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന ഒരു മാവ് കൂടെയാണ് ഒളോർ മാവ്. അതുകൊണ്ട് അതുകൂടെ നമ്മൾ നട്ടു വളർത്തേണ്ടതുണ്ട്. അപ്പോൾ അത് 10ാമതായി ഞാൻ സെലക്ട് ചെയ്യുന്നതാണ് ഒളോർ മാവ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഈ ഷെയർ ചെയ്തിട്ടുള്ള ഇത്രയും മാവുകൾ 10ഓളം മാവുകളൊക്കെ നമ്മുടെ തനി നാടൻ കേരള ആയിട്ടാണോ? ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഇനങ്ങൾ തന്നെയാണ് ഒട്ടുമിക്ക മാവുകളും. പക്ഷേ സാരതമ്യേന പുഴുവിൻ്റെ ശല്യവും കുറവുള്ള മാങ്ങയാണ്. അതാണ് നമ്മൾ പിന്നെ ഇതിൽ പറഞ്ഞത്. ഇതിലും ടേസ്റ്റുള്ള ഒത്തിരി മാങ്ങകൾ വേറെ നമുക്കുണ്ട്. പക്ഷെ അതൊന്നും പറയാൻ ആഗ്രഹിക്കാത്തത് പുഴുവിൻ്റെ ശല്യമുണ്ട്, പിന്നെ വളർച്ച ടെൻഡൻസി കൂടുതലുള്ള മാവുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ സാരതമ്യേന ഒതുങ്ങി നിന്ന് വളരുന്നതും പുഴുശല്യം താരതമ്യേന കുറവുള്ളതുമായിട്ടുള്ള ഇനങ്ങളെയാണ് നമ്മൾ ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ 10 ഇനങ്ങൾ അങ്ങനെ മികച്ചതായിട്ടുള്ള ഒരു 10 ഇനാണ് നമ്മളെ എൻ്റെ ഒരു ചോയ്സിലുള്ള ഒരു 10 ഇനമാണ് എൻ്റെത്. ഇനി മറ്റാരുടെയെങ്കിലും ചോയ്സിൽ അവർക്ക് വേറെ 10 ഇനം കണ്ടെത്താം. എൻ്റേതായിട്ടുള്ള പഠനത്തിലൂടെ എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിലുള്ള ഒരു 10 ഇനമാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഓക്കെ, താങ്ക് യു.